3 ദശകത്തിലധികം സിനിമയിൽ വരികയും അഭിനയത്തിലും മറ്റുള്ള കലാരൂപങ്ങളിലും സ്വന്തം കഴിവ് തെളിയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആമിർ ഖാൻ. അദ്ദേഹം ഹാർഡ് വർക്കിലൂടെ സ്വന്തം ബോഡി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ പല ട്രാൻസ്ഫോർമേഷനും ചെയ്ത് നമ്മളെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ബോഡി ബിൽഡിംഗിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പോൾ ഞാനടക്കം പല ആൾക്കാരും ചെയ്തു വരുന്ന മിസ്റ്റേക്കാണ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഇതുപോലുള്ള സെലിബ്രിറ്റീസിന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് എനിക്കും സൂര്യനെ പോലെ ആവണം, അല്ലെങ്കിൽ ഹൃത്തിക്കിനെ പോലെ ആവണം, അത് 3 മാസത്തിലാവണം അല്ലെങ്കിൽ 6 മാസത്തിലാവണം എന്ന് പലരും സ്വപ്നം കാണാറുണ്ട്. എന്നാൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 3 മാസമല്ല 6 മാസമല്ല ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞാലും ചിലർക്കൊക്കെ അത്ര അധികം റിസൾട്ട്സ് കാണാൻ പറ്റാറില്ല. ഇതുകൊണ്ട് തന്നെ അവർ ഡിസ്ഹാർട്ടൻഡ് ആയി പോകുന്നു. പിന്നെ അവർ ഒരിക്കലും ജിമ്മിൽ തിരിച്ചു വരാറില്ല. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ ബോഡി ചേഞ്ച് ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ വളരെയധികം ക്ഷമത വേണ്ട കാര്യമാണ്. അതേപോലെ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. പല സെലിബ്രിറ്റീസും ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ അവർക്ക് വേൾഡ് ക്ലാസ് ട്രെയിനേഴ്സിന്റെ ആക്സസ് ഉണ്ടാവാറുണ്ട്, അതേപോലെ നല്ല സപ്ലിമെന്റ് ആക്സസ് ഉണ്ടാവാറുണ്ട്, ജെനറ്റിക്സ് പോലുള്ള കാര്യങ്ങളുടെ ഇമ്പാക്ട് ആ ട്രാൻസ്ഫോർമേഷൻ വരാറുണ്ട്. മാത്രമല്ല ചില സമയങ്ങളിൽ സ്റ്റെറോയിഡ്സും ഇൻവോൾവ് ആവാറുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും അവർക്ക് 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നത്. അതൊക്കെ കണ്ട് നമുക്കും അതേപോലെ ചേഞ്ചസ് വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ഹാർട്ടൻഡ് ആയി പോകും. എപ്പോഴും ഓർക്കുക, നമ്മൾ ബോഡി ബിൽഡിംഗ് ചെയ്യേണ്ടത് ഒരു നല്ല ഹെൽത്തിന് വേണ്ടിയിട്ടാവണം, അത് ഒരിക്കലും ലുക്സിന് വേണ്ടി ആവാൻ പാടില്ല. 1965 ആമിർ ഖാൻ ജനിക്കുന്നത്. 1998 പുറത്തു വന്ന ഗുലാം എന്ന സിനിമയിൽ നിന്നുള്ള ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ തന്നെ ആമിർ ഖാൻ ഉണ്ടായിരുന്നത് ഒരു നല്ല ഫ്രെയിമും വി ഷേപ്ഡ് ബോഡിയുമാണ് എന്നുള്ളതാണ്. ഈ സമയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏകദേശം 33 വയസ്സ് പ്രായമാണ്. അതായത് ഒരു ശരാശരി മനുഷ്യന് സ്വന്തം ബോഡി ടോപ്പ് ഷേപ്പിൽ ഇരിക്കുന്ന ടൈമാണ്. നല്ല ചെസ്റ്റ് ആൻഡ് ട്രാപ്പ് ഡെവലപ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല ഏകദേശം 20% ആ സമയത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബോഡി ഫാറ്റ്. ഇതിനുശേഷം 2001 പുറത്തു വന്ന ലഗാൻ എന്ന സിനിമയിലെ ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ആമിർ ഖാൻ സ്വന്തം ബോഡി ഏകദേശം അതേപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ആമിർ ഖാൻ ആ പ്രായം മുതലേ നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. 2008 ഗജനി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി 13 മാസം എടുത്ത് ആമിർ ഖാൻ സ്വന്തം ഫസ്റ്റ് മേജർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയുണ്ടായി. 2013 ധൂം 3 അല്ലെങ്കിൽ 2014 PK പോലുള്ള സിനിമകളിലെ ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് പറയാവുന്നത് അദ്ദേഹം അപ്പോഴും ലീൻ ആണ്, സ്വന്തം ബേസ് ലൈൻ റിസംബിൾ ചെയ്യുന്നു, അതേപോലെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തു വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതുകൊണ്ട് തന്നെ 98 മുതൽ 2014 വരെ ഏകദേശം 16-17 വർഷമായി അദ്ദേഹം ട്രെയിനിങ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേർന്ന് കാണും എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം 2016 ദംഗൽ എന്ന പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ആമിർ ഖാൻ ഒരിക്കൽ കൂടി ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയുണ്ടായി. ഈ സമയം അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് ഏകദേശം 38% കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് 9% വന്നു എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതൊരു കാര്യത്തിന് അനലൈസ് ചെയ്യുമ്പോഴും അതിനെ ക്വാളിറ്റേറ്റീവായി അനലൈസ് ചെയ്യുന്നതിനേക്കാൾ ക്വാണ്ടിറ്റേറ്റീവായി അനലൈസ് ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ വഴി. അതുകൊണ്ട് ആമിർ ഖാന്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ലെറ്റ്സ് റൺ ദ നമ്പേഴ്സ്. ആദ്യമായിട്ട് PK പോലുള്ള മൂവീസ് കഴിഞ്ഞിട്ട് 2015 അതായത് ട്രാൻസ്ഫോർമേഷന് മുന്നേ ഉള്ള ആമിർ ഖാന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഉണ്ടായിരുന്ന ആമിർ ഖാന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ പല സോഴ്സിലും കണ്ടത് 68 kg എന്നുള്ളതാണ്. ആ സമയത്ത് ആമിർ ഖാനെ കാണുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് അപ്രോക്സിമേറ്റ്ലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു 15% ബോഡി ഫാറ്റ് ആയിരിക്കും. ഇത് കുറച്ച് കൂടുതലോ കുറവോ ആയിരിക്കാം, മേ ബി 16-17% ആയിരിക്കാം, മേ ബി 12% ആയിരിക്കാം. എന്നാലും അപ്രോക്സിമേറ്റ് ആയി നമുക്ക് 15% ആയിട്ട് എടുക്കാം. ഒരാളുടെ വെയിറ്റും ബോഡി ഫാറ്റ് പെർസെൻറ്റേജും ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ മസിൽ മാസ് കണ്ടുപിടിക്കാൻ ഈ പർട്ടിക്കുലർ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ആ വെയിറ്റ് ഇൻറ്റു 1 മൈനസ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, അതായത് ഈ കേസിൽ 0.15 ആണ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ വെയിറ്റ് ഇൻറ്റു 1 മൈനസ് 0.15 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മസിൽ മാസ് കിട്ടും. ഈ കേസിൽ ആ വാല്യൂ എന്ന് പറയുന്നത് 57.8 kgs ആണ്. ഇതിനുശേഷം 2016 ആദ്യം ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുമ്പോൾ ആമിർ ഖാൻ തടിക്കുകയാണ് ഉണ്ടായത്. തടിച്ച് അദ്ദേഹം വെയിറ്റ് കൂട്ടി അദ്ദേഹത്തിന് വെയിറ്റ് 97 kg ആക്കി എന്നാണ് പല സോഴ്സിലും ഞാൻ കണ്ടത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 38% ആക്കി എന്നാണ് പല സോഴ്സസും മെൻഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി മസിൽ മാസ് കണ്ടുപിടിക്കാൻ വെയിറ്റ് ഇൻറ്റു 1 മൈനസ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള മസിൽ മാസ് കിട്ടും. അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്ന മസിൽ മാസ് കിട്ടും. ഈ വാല്യൂ എന്ന് പറയുന്നത് 60.2 kg ആണ്. അപ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഡേർട്ടി ബൾക്കിംഗ് ആണ് നടന്നത്. വാരി വലിച്ച് പലതും കഴിച്ച് ജങ്ക് ഫുഡൊക്കെ കഴിച്ചാണ് അദ്ദേഹം വെയിറ്റ് കൂട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം 30 കിലോയോളം അദ്ദേഹം വെയിറ്റ് കൂട്ടിയെന്നുണ്ടെങ്കിലും മെജോറിറ്റി ആയി ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആണ് കൂടിയത്. എന്നാൽ മസിൽ മാസ് കുറച്ചൊക്കെ കൂടിക്കാണും, എന്നാൽ അത് വളരെ കുറവാണ്. ഏകദേശം ഒരു 2.5 kg വ്യത്യാസം മാത്രമേ അവിടെ കണ്ടു. എന്നാൽ അതിനുശേഷം അദ്ദേഹം ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വെയിറ്റ് കുറച്ച് കൊണ്ടുവന്ന് ഷ്രെഡഡ് ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 70 kg
ആണ് എന്നാണ് പല സോഴ്സസിലും കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ബോഡി ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് 9%. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് മസിൽ മാസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇൻറ്റു 1 - അവിടെ ഉള്ള ബോഡി ഫാറ്റ് പെർസെന്റേജ് ചെയ്താൽ മതി. ഈ വാല്യൂ എന്ന് പറയുന്നത് 65.6 kg ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് കാൽക്കുലേറ്റർ ആവശ്യമുണ്ട്. ആദ്യം ഡ്യൂറേഷൻ ഓഫ് ട്രാൻസ്ഫർമേഷൻ, അതായത് ഈ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നത് ഈ ഫാറ്റിൽ നിന്ന് ഫിറ്റ് ആവാൻ വേണ്ടി അദ്ദേഹം എടുത്ത സമയം എന്ന് പറയുന്നത് 5 മാസമാണ്. 5 മാസം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 23 ആഴ്ചകളാണ്. സോ 23 ആഴ്ച കൊണ്ടാണ് ഈ ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുള്ളത്. റേറ്റ് ഓഫ് ഫാറ്റ് ലോസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വേഗം അദ്ദേഹം ഫാറ്റ് ലോസ് ചെയ്തു, അല്ലെങ്കിൽ ഒരാഴ്ച എത്ര ഫാറ്റ് ലോസ് ഉണ്ടായി എന്ന് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് 2 ബോഡി ഫാറ്റ് പെർസെന്റേജ് നോക്കണം. അതായത് ട്രാൻസ്ഫർമേഷന് മുന്നേ അദ്ദേഹത്തിന് 38% ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് 9% ബോഡി ഫാറ്റ് പെർസെന്റേജ് ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 38 - 9 ഡിവൈഡഡ് ബൈ സംഭവിക്കുന്ന 23 ആഴ്ച കൊണ്ടാണ്. അപ്പോൾ ഒരാഴ്ചയിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ 23 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഇത് വരുന്നത് ഏകദേശം 1.26% ആണ്. അതായത് ഒരാഴ്ച ഏകദേശം 1.25% വെച്ച് അദ്ദേഹം ബോഡി ഫാറ്റ് പെർസെന്റേജ് കുറച്ചിട്ടുണ്ട്. അത് ഭയങ്കര റാപ്പിഡാണ്. ഇനി റേറ്റ് ഓഫ് മസിൽ ഗെയിൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മസിൽ മാസ് എത്രത്തോളം ഒരാഴ്ച കൂടി എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫൈനൽ മസിൽ മാസ് മൈനസ് ഇനീഷ്യൽ മസിൽ മാസ്, അവസാനിച്ചപ്പോൾ എത്ര മസിൽ മാസ് ഉണ്ടായിരുന്നു മൈനസ് തുടങ്ങുമ്പോൾ എത്ര മസിൽ മാസ് ഉണ്ടായിരുന്നു, അതായത് 65.6 - 60.2 ഡിവൈഡ് ബൈ ഇത് എത്ര ആഴ്ച കൊണ്ട് സംഭവിച്ചു, ഏകദേശം 23 ആഴ്ചകൾ എടുത്തു. അപ്പോൾ ആ 23 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടുന്നത് ഏകദേശം 0.26 kg പെർ വീക്കാണ്. അതായത് ഒരാഴ്ച കൊണ്ട് 4 കിലോ വെച്ച് അദ്ദേഹം മസിൽ മാസ് കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരാഴ്ചയിൽ ഏകദേശം 1.25% വെച്ച് സ്വന്തം ബോഡി ഫാറ്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര മാസീവ് ആണ്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം മസിൽ ഗെയിനും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയിൽ 4 കിലോ വെച്ച് മസിൽ ഗെയിനും ചെയ്തിട്ടുണ്ട്. ഈ 4 കിലോ മസിൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണ്ടെക്സ്റ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ 20s പോലും 4 കിലോ പെർ വീക്ക് മസിൽ മാസ് കൂട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആമിർ ഖാൻ 51 വയസ്സിൽ ഏകദേശം 4 കിലോ വെച്ച് മസിൽ ഗെയിൻ ചെയ്തു എന്ന് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 2016 ഈ ട്രാൻസ്ഫർമേഷൻ ചെയ്യുമ്പോൾ ആമിർ ഖാൻ 51 വയസ്സായിരുന്നു പ്രായം. ആൻഡ് പ്രീവിയസ് ഒരു 15 to 20 ഇയേഴ്സ് അദ്ദേഹം കൺസിസ്റ്റന്റ് ആയി ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയം അദ്ദേഹം ജനറ്റിക് പൊട്ടൻഷ്യൽ എത്തിച്ചേർന്നിട്ടുണ്ടാവണം. അതിനുശേഷം ഇത്ര റാപ്പിഡായി മസിൽ ഗെയിൻ ചെയ്യുക എന്നുണ്ട്. ആമിർ ഖാന്റെ കോമൺ നാത്തുമായിട്ട് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏകദേശം 8 മണിക്കൂറോളം ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ആമിർ ഖാന്റെ ട്രെയിനർ പറയുന്നത് അദ്ദേഹം 3 മണിക്കൂർ ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ്. और वहाँ जाके मैं क्या करता था, दिन भर में मैं करीबन 7 से 8 घंटा वर्कआउट करता था. जैसे आदमी काम पे जाता ना, वैसे आपकी मतलब ड्यूटी थी. हाँ. When the training in the cut down phase, all in all on a good day, about 3 hours of activity. 3.5 hours, yeah. ഫ്യൂച്ചറിൽ എനിക്ക് ഇതുപോലെ കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും കാണിക്കുക. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദയവേതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദയവേതൊന്ന് ഷെയർ ചെയ്യുക. ബോളിവുഡിലുള്ള സ്റ്റെറോയിഡ് യൂസേജിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയി ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.